the method by which you can break all your control, all the control that Satan can have over you. നമ്മുടെ മേൽ സാത്താൻ ചെലുത്താവുന്ന സകല നിയന്ത്രണങ്ങളെയും തകർക്കുന്നത് നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിലാണ്. Giving breaks the gridlock of what is called the avariceness or the pride that Satan tries to bring in. പിശാച് നമ്മുടെ മേൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ആ ഗർവിന്റെ ഭാവത്തെ തകർക്കുവാൻ നമുക്ക് കഴിയുന്നത് നാം കൊടുക്കുന്നത് വഴിയാണ്. The more you withhold, the more you hoard, the more you think if I give I will lose, you become a tool of Satan. But when you start giving, you are breaking that relationship which Satan tries to have on you. നമുക്ക് കൂടുതൽ നമുക്കായി സ്വരൂപിച്ച് നാം വെച്ചാൽ നമുക്ക് വളരെ അഭിമാനത്തോടെ ഗർവോടെ ജീവിക്കാമെന്ന് സാത്താൻ പറയുമ്പോൾ അതിനെ വിപരീതമായി നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുക വഴി ആ ശത്രുവിന്റെ ചിന്തകളെ നമുക്ക് നിർവീര്യമാക്കുവാൻ കഴിയും. Generous giving is the only way to keep devil away from your place. Generous giving is the only way that you can keep devil away from you. ഔദാര്യമായി നാം കൊടുക്കുന്നത് വഴിയാണ് പിശാചിനെ നമുക്ക് ദൂരത്ത് നിർത്തുവാൻ കഴിയുന്നത്. Selfless giving is the only way that gives a blow to Satan and keep him away from you. ദൈവരാജ്യത്തിന് വേണ്ടി നാം അധികമായി കൊടുക്കുന്നത് വഴിയാണ് സാത്താനെ നമുക്ക് അകറ്റി നിർത്തുവാൻ കഴിയുന്നത്. Sacrificial giving is the only way to prove to the world that you depend on a holy God who will meet all your needs. ത്യാഗപൂർവമായി ദൈവത്തിന് കൊടുക്കുക വഴി ലോകത്തോട് നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയും, ഞാൻ ആശ്രയിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തെയാണ്. Satan will say, if you don't have money, if you don't store, if you just give away, what about future contingencies? പിശാച് വന്ന് പറയും, നീ പണം സ്വരൂപിച്ചില്ലെങ്കിൽ, നീ പണം നേടിയില്ലെങ്കിൽ നിന്റെ ഭാവി എന്തായി തീരുമെന്ന് പിശാച് പറയുമ്പോൾ, suppose you have a heart attack, നിങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, suppose you have a kidney failure, നിങ്ങളുടെ കിഡ്നി ഫെയിലിയർ ആകുമ്പോൾ, suppose you have a stroke, നിങ്ങൾക്ക് ഒരുപക്ഷം തളർന്നു പോകുമ്പോൾ, suppose you have an accident, നിങ്ങൾക്ക് ഒരുപക്ഷേ ഒരു അപകടമുണ്ടായാൽ, suppose you have a cancerous disease, നിങ്ങൾക്ക് ഒരു ക്യാൻസർ സംബന്ധമായ രോഗമുണ്ടായാൽ, you need money, നിങ്ങൾക്ക് പണം വേണം, you need money, നിങ്ങൾക്ക് പണം വേണം. so just keep it for contingency. അതുകൊണ്ട് നമ്മുടെ സംരക്ഷണയ്ക്ക് വേണ്ടി, സുരക്ഷത്തിന് വേണ്ടി നാം പണം നാം തന്നെ സൂക്ഷിച്ചു വെക്കുക. He will put a fear in our hearts. പിശാച് നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഭയങ്ങൾ നൽകും. Oh, the money that you have is only enough for a heart attack. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള പണം ഒരു ഹൃദയാഘാതത്തിനുള്ളതേ ഉള്ളൂ. What happens if a kidney fails? കിഡ്നി ഫെയിലിയർ ആയാൽ എന്ത് സംഭവിക്കും? You will go on putting fear in you. പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഭയങ്ങൾ കൊണ്ടുവരും. But dependence on God. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കട്ടെ. Take care of all your needs. അവൻ നമ്മുടെ സകല ആവശ്യങ്ങളെയും നിറവേറ്റും. In 1990, 1990, God asked me to move to a place where I will be getting 1/10 of the salary that I have been receiving. ഞാൻ അന്ന് സ്വീകരിച്ചു കൊണ്ടിരുന്ന മാസ ശമ്പളത്തിന്റെ 10% ലഭിക്കുന്ന ഒരിടത്തേക്ക് എന്നോട് പോകാൻ പറഞ്ഞു. I had 3 little girls. The eldest one was studying in the 5th standard. എനിക്കന്ന് 3 പെൺമക്കളുണ്ട്. മൂത്ത കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. And if the place where I go, they have to travel 60 kilometers on a God road to go to school. എന്റെ മക്കള് സ്കൂളിൽ അന്ന് പോകാൻ താറിടാത്ത ആ കുഴിയുള്ള ആ റോഡിലൂടെ 60 കിലോമീറ്റർ യാത്ര ചെയ്യണം. Then only they can go to a school. അങ്ങനെയെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂളിൽ എത്താൻ പറ്റും. Everybody discouraged me. എന്നെ എല്ലാവരും നിരാശപ്പെടുത്തി. Don't spoil the future of these children. ഈ മക്കളുടെ ഭാവി നശിപ്പിക്കരുത് ഡോക്ടറെ. But now 19 years later, എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, 19 വർഷത്തിന് I look back. ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ all my 3 children are well settled. എന്റെ 3 മക്കളും നല്ല സ്ഥിതിയിലായിരിക്കുന്നു. I tell you honestly, I didn't save for any of their expenses, but marriages went on without me spending a money. ഞാൻ പറയട്ടെ, അവരുടെ 3 പേരുടെയും വിവാഹം നടന്നപ്പോൾ അതിനുവേണ്ടി ഞാനൊന്നും സ്വരുക്കൂട്ടി വെക്കേണ്ടി വന്നില്ല എന്നുള്ളത് ഞാൻ വിളിച്ചു പറയട്ടെ. But the marriages went on without any problem. ഞാൻ പറയട്ടെ, പണം
പണത്തിന്റെ അഭാവം നിമിത്തം വിവാഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പണം ഒക്കെ അതിന്റെ വഴിയായി വന്നു. My eldest daughter is now earning more than what myself and my wife together earns after 20 years. എന്റെ മൂത്ത മകൾ ഇന്ന് നേടുന്നത് ഞാനും എന്റെ ഭാര്യയും 20 വർഷത്തിന് ശേഷം ഇന്ന് നേടുന്നതിനേക്കാൾ അധികമാണ് എന്റെ മൂത്ത മകളുടെ ശമ്പളം. I now have about 1 crore asset in the place where we have started our mission field. ഞങ്ങളുടെ മിഷൻ ഫീൽഡ് മിഷൻ പ്രവർത്തനം ആരംഭിച്ച ആ ഇടത്ത് 1 കോടിയിലധികം രൂപ ഇതിനോടകം അതിനുള്ള ആസ്തി അവിടെയുണ്ട്. Not 1 rupee belongs to me. ഒരൊറ്റ രൂപ പോലും എന്റെ വകയല്ല. But we have a school, we have a hostel where we have 130 tribal students. ഞങ്ങൾക്ക് ഒരു സ്കൂളുണ്ട്, അതിനോടനുബന്ധിച്ച് ഹോസ്റ്റലുണ്ട്. 130 കുട്ടികൾ അവിടെ പഠിക്കുന്നു. We are taking care of all their needs completely free. അവരുടെ എല്ലാ ആവശ്യങ്ങൾ പൂർണ്ണമായും ഒരു ചിലവും കൂടാതെ അത് നടത്തുകയാണ്. We have more than 400 believers from the Irula tribe. ആദിവാസികളുടെ കൂട്ടത്തിൽ നിന്ന് 400-ലധികം ആദിവാസി വിശ്വാസികൾ ഞങ്ങളുടെ അവിടെ ആരാധനയ്ക്ക് കൂടി വരുന്നു. My father, who stood against me not to accept Christian faith, accepted when he was 87 years old. എന്റെ പിതാവ് ഞാൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചതിന് എനിക്കെതിരായി നിന്ന ആ മനുഷ്യൻ തന്റെ 87-ാമത്തെ വയസ്സിൽ ഈ യേശുവിനെ കണ്ടുമുട്ടുവാൻ ദൈവം ഇടവരുത്തി. I obeyed God, looking on his face I went. ഞാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവനെ അനുസരിച്ച് ഞാൻ പുറപ്പെട്ടു. 31 years later my father was saved after my conversion. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 31 വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് എന്റെ പിതാവ് മാനസാന്തരപ്പെട്ടത്. And now last year when I had a problem in my heart, കഴിഞ്ഞ വർഷം എനിക്ക് ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നമുണ്ടായി. Honestly, I did not have to pay 1 paisa to the hospital. ഹോസ്പിറ്റലിൽ ഒരു പൈസ പോലും എനിക്ക് ചെലവഴിക്കേണ്ടി വന്നില്ല. After I returned home, I almost returned out to 7 people the money they have sent. I said everything is settled, I don't want any money. ഞാൻ ആശുപത്രിയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ആളുകൾ എനിക്ക് തരാൻ തുനിഞ്ഞ 7 പേര് തരാൻ തുനിഞ്ഞ പണം എന്റെ ആവശ്യം നിറവേറി എന്ന് പറഞ്ഞ് ഞാൻ തിരസ്കരിക്കുകയുണ്ടായി. Is God faithful? ദൈവം വിശ്വസ്തനാണോ? Is God faithful? ദൈവം വിശ്വസ്തനാണോ? That is the eyewitness of his majesty. ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷ്യമാണ് ഇത്. Brother and sister, പ്രിയ സഹോദര സഹോദരി, know how to handle money. പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തിരിച്ചറിയുക. Lot wanted to earn more. കൂടുതൽ ഉണ്ടാക്കുവാനായിരുന്നു അവന്റെ ആഗ്രഹം. But he lost everything. എന്നാൽ ലോത്തിന്റെ ജീവിതത്തിൽ സകലവും അവന് നഷ്ടമായി. His family was ruined. അവന്റെ കുടുംബം പോലും തകർന്നു. Going after money, a risk to your family. പണത്തിന്റെ പുറകെ പോകുന്നത് നമ്മുടെ കുടുംബത്തെ നാം അപകടത്തിലാക്കുന്നത് സ്ഥിതിയാണ്. Gehazi wanted money. Gehazi പണത്തിന്റെ പുറകെ പോയി. He brought leprosy to himself. അവന് പണത്തിന്റെ പുറകെ പോയത് നിമിത്തം അവന് ലഭിച്ചത് കുഷ്ഠരോഗമാണ്. And you can go on seeing examples of how people went after Mammon and they all got problem after problem. മാമോന്റെ പുറകെ പോയവർ പേറേണ്ടി വന്ന പ്രശ്നങ്ങളുടെ പെരുപ്പമാണ് നമുക്ക് ഇവിടെയെല്ലാം കാണുവാൻ കഴിയുന്നത്. But we handle money. എന്നാൽ പണം നാം കൈകാര്യം ചെയ്യുമ്പോൾ there's a good thing about money also. പണത്തെ കുറിച്ച് ഒരു നല്ല കാര്യവശവുമുണ്ട്. We can improve our relationship with God. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിപ്പിക്കുവാൻ കഴിയും. I told you God has only one program in this world. ദൈവത്തിന് ഈ ലോകത്തിൽ ഒറ്റ പദ്ധതിയേ ഉള്ളൂ. When you give to God's cause, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നാം കൊടുത്താൽ we are co-workers with God. നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. We get into good book with God. നാം ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ വരികയാണ്. We lay treasure upon there. നാം നിത്യതയിൽ നിക്ഷേപിക്കുകയാണ്. In God's mission to improve this world and serve humanity, we are becoming part and parcel of. ഈ ലോകത്തെ സേവിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവിക പദ്ധതിയിൽ നാം ദൈവത്തോട് പങ്കാളികളായി കൂട്ടുവേലക്കാരായി തീരുകയാണ്.